everyone, welcome to my channel. I am back with my first film review. So ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വീഡിയോ അല്ലേ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഐശ്വര്യമായിട്ട് ഫിലിം റിവ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ മൂവിങ് ഓൺ വിത്ത് ബിഫോർ talking about the movie, one thing I wanted to make it clear. എൻ്റെ ഈ ചാനലിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മൂവീസ്, ഞാൻ റിവ്യൂ ചെയ്യുന്ന മൂവീസ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് ഓരോ സിനിമകൾ കണ്ടിട്ട് തോന്നിയ കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് എനിക്കിഷ്ടപ്പെട്ടത്, ഇതൊക്കെയാണ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പം ഈ വീഡിയോ കാണുന്നവർക്കും ഒക്കെ ചിലപ്പം നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ദാറ്റ് ഈസ് സിനിമ. ഐ ബിലീവ് റിവ്യൂയിങ് എ മൂവി ഓർ വാച്ചിങ് എ മൂവി ഈസ് വെരി സബ്ജക്റ്റീവ്. അപ്പം അതുകൊണ്ട് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതനുസരിച്ച് നിങ്ങൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ പറയുമ്പോൾ അങ്ങനല്ല, ആ സിനിമ നല്ലതാണ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. സോ കമ്മിങ് ബാക്ക് ടു ദ ഫസ്റ്റ് മൂവി. സോ കപ്പിൾ ഓഫ് വീക്സ് ബാക്ക് ഞാനൊരു അടിപൊളി സയൻസ് ഫിക്ഷൻ മൂവി, അടിപൊളി ഇൻ ദ സെൻസ് ഈ സിനിമ ഇതിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ലെവലിലുള്ള സസ്പെൻസ് ഉള്ള മൂവിയാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ഇമോഷണലി ഒരുപാട് ടച്ച് ചെയ്ത ഒരു കിടിലം സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ പ്രോജക്റ്റ് ഹെയിൽ മേരി. ആമസോൺ പ്രൈമിലാണ്, ആമസോൺ പ്രൈമിലാണ് ഞാൻ കണ്ടത്. സോ ഈ സിനിമ ഒരു നോവലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ആൻഡ് വൺ തിങ് ദാറ്റ് റിയലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷനാണ്. ഈ സിനിമ എന്തുമാത്രം ഒരു ഇമ്പാക്റ്റ്, ഇമോഷണലി ഇമ്പാക്റ്റ്. ഇത് ഗംഭീര പടം, ഭയങ്കര സസ്പെൻസ്, ഭയങ്കര ട്വിസ്റ്റ് എന്നല്ല, അങ്ങനത്തെ കുറേ സയൻസ് ഫിക്ഷൻ മൂവീസ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ എക്സ്പെക്റ്റേഷൻ്റെ ഈ മൂവി കാണരുത്. ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഇതാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിനകത്തൊരു പ്രത്യേക സ്പോയിലർ അലേർട്ട്, ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് എ മൂവി, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ആൻഡ് ദെൻ വാച്ച് ദി നെക്സ്റ്റ് പോർഷൻ. ഇതിൽ ഏറ്റവും എനിക്ക് കമ്മിങ് ബാക്ക് ടു ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, അതാണ് റോക്കി, ദാറ്റ് ഏലിയൻ ക്യാരക്ടർ. എനിക്ക് ആ ഒരു ക്യാരക്ടർ, ഞാനിങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ആ സിനിമയിൽ ആ ക്യാരക്ടർ കണ്ടപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന ഏലിയൻസൊക്കെ ഇങ്ങനെയാണോ, അങ്ങനൊരു തോട്ട്. നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷേ ദ മോർ ഐ വാച്ച്ഡ് ദാറ്റ് മൂവി, അത് ഓരോ തവണയും കാണുമ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഇത്രയും അഡോറബിൾ ആയിട്ടുള്ള ഒരു ഭയങ്കര ഇമ്പാക്റ്റുള്ളൊരു ക്യാരക്ടറാണ് റോക്കിയുടെയും ഗ്രേസ് റയൻ ഗോസ്ലിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡൈനാമിക്സ്, ഒരു കോംബോ. ആൻഡ് ദ വേ റയൻ ഗോസ്ലിംഗ്, എനിക്കങ്ങനെ വലിയ ഇഷ്ടമുള്ളൊരു ആക്ടറല്ല റയൻ ഗോസ്ലിംഗ്. പക്ഷേ ദ വേ ഹി ഹാവ് മെയ്ഡ് ഇറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു കെമിസ്ട്രി, ആ ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി, അത് ഭയങ്കര ഇംപ്രസീവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മൂവി മിക്ക സ്പേസ് സയൻസ് ഫിക്ഷൻ മൂവീസും വരുന്ന ഒരു മെയിൻ ഒരു ക്ലീഷേ സാധനം, ക്ലീഷേ ഇൻ ദ സെൻസ് ലൈക്ക് എർത്ത് അപകടത്തിലാണ്, അതുകൊണ്ട് എർത്ത് രക്ഷിക്കണം, അതിനു വേണ്ടി തപ്പി നടക്കുന്നു, അങ്ങനെ ഒരു മെയിൻ ക്ലീഷേ സാധനം ഇതിലും ഉണ്ട്. പക്ഷേ ദ വേ ആ ഒരു പുതിയ എലമെൻറ്റ്സ്, പുതിയ കാര്യങ്ങൾ, ഈ സയൻറ്റിസ്റ്റ്, ഈ മെയിൻ ക്യാരക്ടർ റയൻ ഗോസ്ലിംഗ് ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിർബന്ധമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ലൈക്ക് ഹീ ബിലീവ്സ് ദാറ്റ് വാട്ടർ ഇസ് നോട്ട് നെസസറി ഫോർ ലൈഫ് എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ കുറേ അസംഷൻസ് ഉള്ള കുറേ കാര്യങ്ങൾ ബിലീവ് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ആരുമില്ല കൂടെ. അപ്പം അങ്ങനെ ഒരാളൊരു ഭയങ്കര നിർബന്ധിച്ചൊരു സ്പേസ് എക്സ്പ്ലോറേഷന് പോവാണ് എർത്തിനെ സേവ് ചെയ്യാൻ. അതാണ് മെയിൻലി.
ഈ സ്റ്റോറി. അങ്ങനെയാണ് ഒരു ഏലിയനെ മീറ്റ് ചെയ്യുന്നതും അങ്ങനെ അവർ എർത്തിനെ രക്ഷിക്കുന്നതും അവർ തിരിച്ചു വരുമെന്ന് ഹൂവർ ആ ഒരു ഷിപ്പിൽ പോകുന്ന അത്രയും പേര് തിരിച്ചു വരത്തില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. അങ്ങനെയാണ് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷെ അതിലും ഭയങ്കര ഇതായിട്ടുള്ള ഒരു ക്ലൈമാക്സും അതോടെ രക്ഷിക്കുന്നതുമാണ് ഈ സ്റ്റോറി. സോ എനിക്ക് മെയിൻലി ഇഷ്ടമായത് ഇതിൻ്റെ ക്ലൈമാക്സ് ഇസ് ലൈക്ക് വെരി വെരി നമ്മൾ ഒരു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മളെന്താ വിചാരിച്ചേ, സംഭവം കണ്ടുപിടിച്ചു തിരിച്ച് എർത്തിൽ റയൻ ഗോസ്ലിംഗ് വന്ന് രക്ഷിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഒരു എൻഡിങ്. അപ്പം ഭയങ്കര ഇമോഷണലി ഞാൻ ഒരുപാട് ഇമോഷണലി ഇതായിട്ടുള്ള ഒരു സാധനമാണ്. ബേസിക്കലി ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എല്ലാ സയൻസ് ഫിക്ഷൻ മൂവീസിലെ പോലെ എന്തെങ്കിലും ഒരു ട്രാജഡി അല്ലെങ്കിൽ എന്തൊരു സാക്രിഫൈസ് നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിലും ഇതായിട്ട് ഒരു ഹാപ്പി എൻഡിങ് വേർ ലൈക്ക് ഇറ്റ്സ് വെരി ഇമോഷണൽ, ഭയങ്കര ഇമോഷണലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ഈ മൂവി എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, ഞാൻ കുഞ്ഞിലെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയുണ്ട്, ക്ലൗഡി വിത്ത് എ ചാൻസ് ഓഫ് മീറ്റ് ബോൾസ്. അതിലെ രണ്ട് പേർ, അതിലെ ഡയറക്ടേഴ്സാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മൂവിയെ പറ്റി വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്, ക്ലൗഡി വിത്ത് എ ചാൻസ് ഓഫ് മീറ്റ് ബോൾസ്. പിന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന വേറൊരു പടം തോന്നിയത് അറൈവൽ എന്ന് പറഞ്ഞ പടമാണ്, വിച്ച് ഈസ് ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം. സോ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇത്. പക്ഷേ എനിക്കറിയില്ല എന്തുമാത്രം അത് കണക്ട് ചെയ്യാൻ പറ്റും, മൂവീസ് സെയിം ആണോ എന്ന്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ മൂവിയാണ്. അറൈവൽ ഈസ് ഓൾസോ ലൈക്ക് എ റിയലി അമേസിങ് മൂവി. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ്. പിന്നെ എനിക്ക് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഇറ്റ്സ് അമേസിങ്. ആ ഒരു സയൻസ് ആൻഡ് ലൈഫ് എന്നൊരു കോൺസെപ്റ്റിനെ അലൈൻ ചെയ്തുകൊണ്ട് ഭയങ്കര ഭംഗിക്കായിട്ടാണ് ഇവർ ഇതിൻ്റെ കളർ ഗ്രേഡിങ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി അമേസിങ്. പിന്നെ ടെക്നോളജി വൈസ് ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്വയറ്റ് നമുക്ക് ബിലീവബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലോജിക് ഇൻ ദ സെൻസ് നമ്മൾ തന്നെ ആലോചിച്ച് പോയി ഇതൊക്കെയാണെന്ന്, പക്ഷേ ഇറ്റ്സ് ക്വയറ്റ് ബിലീവബിൾ. അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫി മാൻ, കളറിൻ്റെ കാര്യം പറയുമ്പോൾ ഒബ്വിയസ്ലി സിനിമാറ്റോഗ്രഫി വിൽ ബി ദാറ്റ് അമേസിങ്. അപ്പം അത്രയും അടിപൊളിയായിട്ടുള്ള ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ എല്ലാം ആ ഒരു തീമിന് ഇത് ചെയ്യുന്ന, ഒരു ഫുൾ തീമിന് ഇത് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചില ഫ്യൂച്ചർ കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് അവർ അതനുസരിച്ച് സിനിമയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതൊക്കെയാണ്. കളർ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് അമേസിങ് തിങ് ഐ റിയലി ലവ്ഡ് അബൌട്ട് ദിസ് മൂവി. ഭയങ്കര അമേസിങ് ആണ് ഇതിൻ്റെ കളർ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ വിഷ്വലി ട്രീറ്റിംഗ് ആണ്. ഞാൻ തിയേറ്ററിൽ പോയി കാണാത്തതിന് ഒരുപാട് ഖേദിക്കുന്നു. സോ എല്ലാവരും ഈ സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന, ഇങ്ങനെ ഇമോഷണലി കുറച്ചുകൂടെ കണക്റ്റ് ആവുന്ന മൂവീസ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് പ്രോജക്റ്റ് ഹെയിൽ മേരി. സോ ഇനിയും കുറേ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അടുത്തൊരു ബുക്ക് റിവ്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. So I'll be back. Thank you so much for watching. Please like, share and subscribe and see you. Bye.